على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ റബ്ബ് നമ്മളുടെ നമസ്കാരവും നോമ്പും അനുബന്ധ കർമ്മങ്ങളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവൻ ഇഷ്ടപ്പെട്ട അവന്റെ ഇബാദത്ത് സാലിഹീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ബിഹഖ് നബിയിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ നമ്മൾ ബദർ ദിനമായി ബഹുമാനപ്പെട്ട ബദരീങ്ങൾ, മഹത്തുക്കളാകുന്ന ബദരീങ്ങളുടെ മൗലിദ് ഓതി അന്നദാനം നടത്തി വളരെ വിപുലമായ പരിപാടി നമ്മുടെ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചു. അതിലേക്ക് സഹായിച്ചവർ, സഹകരിച്ചവർ, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പല നിലക്കും അതിലേക്ക് സഹകരിച്ചവർ, അവർക്കൊക്കെ നാഥൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ബദരീങ്ങളുടെ മദദ് അല്ലാഹുവിലേക്ക് എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ബദരീങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൽബിൽ തോന്നിയിട്ടുണ്ടാകും, ബദരീങ്ങൾക്ക് എന്തൊക്കെ ഓഫർ കിട്ടിയപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിപ്പോ യുദ്ധം ചെയ്യാനും അവസരമില്ല, ശത്രുക്കളോട് ഏറ്റുമുട്ടിയിട്ട് ഷഹീദായി മരണപ്പെടാനും ഒരവസരം ഇല്ല. അപ്പൊ ഷഹീദിന്റെ കൂലി എങ്ങനെ പിന്നെ ഞങ്ങൾക്ക് കിട്ടുക എന്ന ഒരു മുഅ്മിനിന്റെ മനസ്സിൽ ചിന്ത വന്നിട്ടുണ്ടാവും. അവരോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലി വേണോ? നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കമാലിനെ പോലെ, ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസയെ പോലെ, ബഹുമാനപ്പെട്ട ത്വൽഹകളെ പോലെ നിങ്ങൾക്കും ഷഹീദാവാം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങൾ പറയുന്നു, മൻ ദാവമ അലാ ഖിറാഅത്തി യാസീൻ മാത ഷഹീദാ. മൻ ദാവമ അലാ ഖിറാഅത്തി യാസീൻ ഏറ്റവും സിമ്പിൾ ആയ ഒരു പ്രവൃത്തിയാണ്. നമ്മൾ പറയാം, ആരെങ്കിലും ഒരാൾ മൻ ദാവമ, ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ യാസീൻ സൂറത്ത് നിത്യമായി മുടങ്ങാതെ എല്ലാ ദിവസവും ഒരാൾ ഓതി കഴിഞ്ഞാൽ അങ്ങനെ മരിക്കും ചെയ്താൽ ഷഹീദ, അവനക്ക് ഷഹീദായിട്ടാണ് അവന്റെ മരണം അള്ളാഹു രേഖപ്പെടുത്തുകയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ്, ഒമൻ സല്ലല്ലാഹു, ആരെങ്കിലും ഒരാൾ ദുഹാ നിസ്കരിച്ചാൽ, പ്രഭാതത്തിന്റെ പുലരി വെട്ടിപ്പുണർന്നതിന് ശേഷമുള്ള നിസ്കാരമാകുന്ന ദുഹാ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ, എല്ലാ മാസത്തിൽ നിന്നും നമുക്ക് സൗകര്യപ്പെടുന്ന 3 ദിവസം നോമ്പും അനുഷ്ഠിച്ചാൽ, വിത്തറും ഒഴിവാക്കണില്ല, എല്ലാ ദിവസവും കൃത്യമായി വിത്തറും നിസ്കരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനത്തെ ആളും അവനക്കും അല്ലാഹു ഷഹീദായിട്ട് രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹീദിന്റെ കൂലി അത് വണ്ണമില്ലാത്ത, അറ്റമില്ലാത്ത അത്രയാണ്. നമുക്ക് ഈ നിസ്സാര കാര്യങ്ങൾ ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ബദരീങ്ങൾക്കും ഉഹദിൽ പങ്കെടുത്ത സഹാബത്തിനൊക്കെ കിട്ടിയ കൂലി അല്ലാഹു നമുക്ക് തരും. അതാണ് ഈ ഉമ്മത്ത് മുഹമ്മദിനുള്ള പ്രത്യേകത. ഇത് നമുക്ക് തന്ന ഓഫറാണ്, ഇത് നാം ഉപയോഗപ്പെടുത്തണം. മറ്റൊന്ന്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഹബീബ് തങ്ങൾ പറയുന്നു, ഒരാൾ പ്രേമിച്ചു, ഇഷ്ടപ്പെട്ടു. ഇപ്പൊ പ്രേമത്തിന്റെ കാലാണല്ലോ, അത്രയും വെട്ടിപ്പലകൾ കാണുന്നല്ലോ. ഇന്നലെ ഒരു ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊണ്ടു, ഭാര്യ കാമുകനോടെ കൂടിയിട്ട് ഭർത്താവിനെ കൊന്നു. എന്തിന്? കാമുകന്റെ ഒപ്പം ജീവിച്ച ഭർത്താവിനെ വെട്ടിക്കൊണ്ടു. അങ്ങനെ ഒരു പ്രേമത്തിന്റെ തരംഗത്തിലാണ്. അപ്പൊ ഹബീബായ മുത്തനബി നമ്മൾ പറയുന്നു, മൻ അശിഖ, ഒരാൾ പ്രേമിച്ചു, ഒരാൾ ഇഷ്ടപ്പെട്ടു, എന്നിട്ട് അവനെന്തായി? അതിൽ നിന്ന് പൊരുത്തപ്പെടീശ്വരോട് പിന്മാറി, അതിൽ നിന്ന് എതിര്, അതിൽ നിന്ന് ഓനെ പൂർണ്ണമായി ഇത് വേണ്ട, ഞാൻ പഠിച്ചോനെ, ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ സംഭവിച്ചു പോയി. സ്വാഭാവികമാണ്, ഒരു എതിർലിംഗക്കാരെ കാണുമ്പോ ഒരു സ്നേഹം, ഒരു പ്രകടന സ്നേഹം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ ഓനിക്കുണ്ടായി, ഒപ്പം പഠിച്ചതല്ലെങ്കിൽ വേറൊരു കുട്ടിനോട് ഇഷ്ടമുണ്ടായി.
ആ ഇഷ്ടം ഉണ്ടായപ്പോ ഓന് അങ്ങനെ ഒരു ഇഷ്ടം സംഭവിച്ചു. പിന്നീട് അവന്റെ മനസ്സിൽ വന്ന് പഠിച്ചവനെ ഇത് തെറ്റാണല്ലോ, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന ചിന്തയോടും കൂടെ അതിൽ നിന്നങ്ങൾ പിന്മാറി. അങ്ങനെ പിന്മാറി കഴിഞ്ഞു, പൂർണ്ണമായും ഇനി പഠിച്ചവനെ ഞാൻ ഇത് പോകൂല എന്ന് കരുതിയാൽ അങ്ങനെ അവൻ അങ്ങനെ എന്തായി, ആ ഒരു ചിന്തയായിട്ടുള്ള ജീവിതം അങ്ങനെ നയിച്ചു പോയി. അങ്ങനെ വയസ്സായി, അതല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചങ്ങനെ പോകുന്നതിനിടയിൽ പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഷഹീദിന്റെ കൂടെ ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം